നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20I സീരീസ് കഴിഞ്ഞല്ലോ. അടുത്ത മത്സരങ്ങൾ ന്യൂസിലാൻഡിനെതിരെയാണ്. ഏകദിന മത്സരങ്ങളുമുണ്ട്, T20I മത്സരങ്ങളുമുണ്ട്. T20 വേൾഡ് കപ്പിനും ന്യൂസിലാൻഡിനെതിരെയുള്ള ഈ T20I പരമ്പരക്കുമുള്ള സ്ക്വാഡിനെയാണ് ഇന്ന് PCCIയുടെ സെലക്ടർമാർ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടീം തന്നെയാണ്, അതായത് വേൾഡ് കപ്പിനുള്ള സെയിം ടീം തന്നെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരക്കും കളിക്കുന്നത്. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശുഭ്മൻ ഗിൽ പുറത്തായി, ഇഷാൻ കിഷനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റനായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സഞ്ജു സാംസണിന് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് സ്വന്തം മണ്ണിൽ ഇറങ്ങാനുള്ള അവസരമാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് T20I പരമ്പരയിലെ ഒരു മത്സരം ഇതാ തിരുവനന്തപുരത്താണ്, കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. ഇത് ഒരുപക്ഷെ നേരത്തെ തന്നെ ഷെഡ്യൂളൊക്കെ തീരുമാനിച്ചാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെയാണ് നമ്മളിതിപ്പോൾ പറയുന്നത്. നോക്കാം നമുക്ക് ഈ ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലെ മത്സരങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഏകദിന മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് പോകാം. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന മത്സരങ്ങൾ ആരംഭിക്കുന്നത് ജനുവരി മധ്യത്തോടു കൂടിയാണ്. ആദ്യം ഏകദിന മത്സരങ്ങൾ, പിന്നെ T20I മത്സരങ്ങൾ. ഫസ്റ്റ് ODI മത്സരം ജനുവരി 11-നാണ്. ആ ഒരു കളി നടക്കുന്നത് വഡോദരയിലായിരിക്കും. അതിനുശേഷം രണ്ടാമത്തെ ഏകദിന മത്സരം നടക്കുന്നത് ജനുവരി 14-നാണ്. ഈ മത്സരം രാജ്കോട്ടിലാണ്. മൂന്നാമത്തെ ഏകദിന മത്സരം നടക്കുന്നത് ഇൻഡോറിലാണ്. മത്സരം ജനുവരി 18-നാണ്. അതോടുകൂടി ഏകദിന മത്സരങ്ങൾ അവസാനിക്കും. പിന്നെ T20I പരമ്പരയായി. T20I പരമ്പരയിലെ ആദ്യ മത്സരം ജനുവരി 21-നാണ്. നാഗ്പൂരിലാണ് ആ മത്സരം നടക്കുക. രണ്ടാമത്തെ മത്സരം ജനുവരി 23-നാണ്. മത്സരം റായ്പൂരിലാണ് നടക്കുക. മൂന്നാമത്തെ T20I മത്സരം നടക്കുന്നത് ജനുവരി 25-നാണ്. ഗോഹട്ടിയിലാണ് ആ കളി. നാലാമത്തെ മത്സരം നടക്കുന്നത് ജനുവരി 28-ന് വിശാഖപട്ടണത്താണ്. അഞ്ചാമത്തെ T20I മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ജനുവരി 31-ന് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വേൾഡ് കപ്പിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസാനത്തെ T20I മത്സരമാണത് എന്ന കാര്യം കൂടി ഓർക്കണം. ആ മത്സരത്തിൽ സഞ്ജു സാംസൺ ഉണ്ടാവും, ഓപ്പണറായിട്ടുണ്ടാവും. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അദ്ദേഹം ഓപ്പണറായിട്ട് അവിടെ ഇറങ്ങും, പൊള്ളിച്ചെടുക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.